കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്നു രണ്ട് പ്രതിഫലം തരാ, രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ, വഅ്മുർ അഖിലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യാൻ. ഞാൻ ആരോടാ പറയണ്ടേ? നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്നു നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം. അല്ലാഹു അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? ഏത് പ്രതിസന്ധി വന്നാലും, എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞാ നിന്റെ മനസ്സിന് ധൈര്യം വരും. എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിക്ർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ. നബിതങ്ങളും സ്വഹാബത്തും ഒരിക്കൽ യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി. എന്നിട്ട് നബിതങ്ങള് പെണ്ണുങ്ങളോട്, ആയിഷ ബീവിയുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. എല്ലാരും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞ് ആണുങ്ങൾ ഇറങ്ങിപ്പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തെരഞ്ഞുപോയി. ആരും അത് കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി. ആയിഷ ബീവി അതിന്റെ മുകളിൽ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും യാത്ര തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല മാലയും എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാരും പോയി മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒറ്റയ്ക്ക് വരികയാ. നബി തങ്ങൾ ഈ സ്വഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു, കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ. നീ പുറകിൽ വാ എന്ന് നിർത്തിയ സഹാബി ആയിഷ ഉമ്മയെ കണ്ടു. എന്താണെന്ന് പോലും ചോദിച്ചില്ല, വാഹനത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ്, എല്ലാ ശൈത്താന്മാർ ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി. എല്ലാവരും കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു രാത്രി മുഴുവനും കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണ്. കാണേണ്ടവർ തുടങ്ങുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. പടച്ച റബ്ബേ,
പിന്നെ പറയേണ്ടതില്ലല്ലോ, നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിക്കുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തകർന്നിരിക്കുകയാണ്. ആയിഷയുടെ സങ്കടം കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ ഇറക്കി വിട്ടതല്ല, ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, ആയിഷ ബീവിയുടെ ഉമ്മ പറയുകയാ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. ആയിഷ ഒറ്റപ്പെടുകയാണ്. വീടിനകത്ത് കയറിയിട്ട് കഥകളച്ചിരിക്കുകയാ. പടച്ചവനെ, ചെറുപ്പക്കാരിയായ ചെറിയ പ്രായമുള്ള ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നരമ്പ് മുറിച്ചില്ല, തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്തടിച്ചില്ല. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീന എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവര് ആയിഷ ബീബി തെറ്റ് ചെയ്തോ ഇല്ലയോ അറിയില്ല, പലരും വിശ്വസിച്ചു. ആയിഷ ബീബി വീടിനകത്ത് റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കുകയാണ്, നബിതങ്ങൾ വരുന്നുണ്ടോ. സുബഹി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ്. റസൂലുള്ള വരുന്നില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ, അല്ല പറഞ്ഞോ നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ, ഏഴാകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ. ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. ആയിഷ, ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്റിലാണ് നബിയേ. ആയിഷ ബീബി പറഞ്ഞ ദിക്ർ എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി പറഞ്ഞ ദിക്റാണ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ദിക്ർ പറഞ്ഞാ അവന് മനസ്സിന് സമാധാനമാ, അവന് മനസ്സിന് സമാധാനമാ. വല്ലാത്ത ഒരു ധൈര്യമാടോ, വല്ലാത്ത ഒരു ധൈര്യമാടോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ, വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ,
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവനത് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ. മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ, പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ, നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടി